ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് മക്കളെ ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമൂൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ പോയി ഒരു കുഞ്ഞിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹന്നായെ നമുക്ക് കാണാൻ സാധിക്കും. ഹന്നായുടെ നിലവിളിച്ചുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സാമൂൽ എന്ന വലിയ പ്രവാചകൻ ജനിക്കുന്നത്. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബത്തിൽ ബന്ധുമിത്രാദികളായിട്ട്, കൂട്ടുകാരായിട്ട്, ജോലി സ്ഥലത്ത്, നമ്മളുടെ ഇടവകയിൽ, സമൂഹത്തിൽ അനേകം ഹന്നാമാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിലുപരി തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പല ആശുപത്രികളിലും കയറി ഇറങ്ങി ട്രീറ്റ്മെന്റിനായിട്ട് ചെലവഴിച്ചിട്ടും വളരെ നിരാശയോടെ കഴിയുന്ന അനേക ദമ്പതിമാരെ നമുക്ക് അറിയാൻ കഴിയും. അതിനുമപ്പുറം ഒരു കുഞ്ഞുണ്ടായിട്ടും അടുത്തൊരു കുഞ്ഞിന് വേണ്ടി പല നേർച്ച കാഴ്ചകളും നടത്തി പരാജയപ്പെട്ട് നിരാശയുടെ വക്കിൽ കഴിയുന്ന അനേക ദമ്പതിമാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം നമുക്ക് ആ കുരിശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നമുക്ക് ഏവർക്കും അറിയാം. 100 വയസ്സായ മൃതപ്രായമായ അബ്രഹാമിൽ നിന്നാണ് ഇസഹാക്ക് ജനിക്കുന്നത്. മത്തായി 21:22 വചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന്. ഈ വചനത്തിന്റെ അഭിഷേകത്തോടുകൂടി, ആ വചനത്തിൽ പറയുന്ന പോലെ വിശ്വാസത്തോടുകൂടി തന്നെ ഈ മക്കളുടെ എല്ലാം വേദന നമ്മുടെ സ്വന്തം വേദനയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മക്കളെ ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് മുട്ടുകുത്താം. വളരെ കണ്ണുനീരോടുകൂടി, വേദനയോടുകൂടി നമുക്ക് ചുറ്റുമുള്ള എല്ലാ അന്നമാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അനേകം ഇസഹാക്കുകളും സാമൂൽ പ്രവാചകന്മാരും ജനിക്കുവാൻ നമ്മുടെ പ്രാർത്ഥന കാരണമാകട്ടെ. ആമേൻ.